അങ്ങനെ ബോസംഗ വംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയായി എത്തിയ ശ്വേതാ മേനോൻ ഇതാ തന്റെ കളി തുടങ്ങിയിരിക്കുകയാണ്. റസ്മിനും ജാസ്മിനും തമ്മിൽ കയ്യാങ്കളി വരെയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ ജാസ്മിൻ അവിടെ റോബോട്ടായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന ശ്വേതാ മേനോൻ പറയുകയാണ്, എല്ലാ കണ്ടസ്റ്റൻസും ഉടനെ തന്നെ പരിപാടി തുടങ്ങാനായിട്ട് നമ്മുടെ ലീവിംഗ് ഏരിയയിൽ വന്നിരിക്കണം, റോബോട്ട് എല്ലാവരെയും വിളിച്ചിട്ട് വാ. അപ്പോൾ തന്നെ ജാസ്മിൻ ചെന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, അടുത്ത 2 മിനിറ്റിനുള്ളിൽ തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം, അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും ലീവിംഗ് ഏരിയയിൽ വന്നിരിക്കേണ്ടതാണ് എന്ന് ജാസ്മിനോട് ഒച്ചത്തിൽ നിന്ന് വിളിച്ചു പറയണം. അപ്പൊ തന്നെ പവർ ടീമിലെ റസ്മിനും അൻസിബയൊക്കെ കൂടി ചോദിക്കുകയാണ്, ഇതിപ്പോ മുതലാളി റോബോട്ടാണോ അല്ലെങ്കിൽ ഞങ്ങളാണോ എന്ന് ഉള്ള രീതിയിൽ വരില്ല എന്നുള്ള രീതിയിൽ റസ്മിൻ പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ജാസ്മിൻ എന്ന് പറയാണ്, മറ്റുള്ള എല്ലാവരും വരാമെന്ന് പറഞ്ഞു, ഇതിന്റെ മുതലാളികൾ മാത്രം വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ശ്വേതാ മേനോൻ പറയുന്നുണ്ട്, റോബോട്ടല്ലേ, എല്ലാത്തിനെയും പിടിച്ചു വലിച്ചിങ്ങ് കൊണ്ടുപോവാ. അപ്പൊ തന്നെ ജാസ്മിൻ ഓടിച്ചെന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റസ്മിൻ അപ്പൊ തന്നെ കൈമ കയറി പിടിച്ച് അങ്ങ് തള്ളി മാറ്റിക്കൊണ്ട്, മര്യാദക്കാണ് പറഞ്ഞത് ജാസ്മിൻ, അങ്ങോട്ട് മാറി നിന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ജാസ്മിൻ കുറച്ചുകൂടി ഇതായിട്ട് ചെല്ലുന്ന സമയത്ത് ഉന്തും തള്ളും പിടിയൊക്കെ ആവുന്നുണ്ട്. അതിന്റെ ഇടയിൽ എന്തോ അടിയും പിടിയൊക്കെ നടന്നു എന്ന് തോന്നുന്നു. ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. റസ്മിൻ ഭ്രാന്ത് പിടിച്ചു വിട്ടിരിപ്പുണ്ട്. സിജോ വന്ന് ജാസ്മിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നല്ലൊരു അടി തന്നെ കാണാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒറ്റ സുഹൃത്തുക്കളായിട്ടുള്ള റസ്മിനെയും ജാസ്മിനെയും തമ്മിലടിപ്പിക്കാനായിട്ട് വളരെ കുറച്ച് സമയമേ നമ്മുടെ ബോസംഗ വംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയായി വന്ന ശ്വേതാ മേനോൻ എടുത്തിട്ടുള്ളൂ. എന്തായാലും ഗെയിം നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യിക്കുമെന്ന് തോന്നുന്നു. കാരണം ഒരു മാണിക്കക്കല്ലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് എവിക്ഷൻ പവറോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും പവർ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാണ് ആ ഒരു കല്ല് ആ ഒരു റൂമിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നത് ശ്വേതാ മേനോൻ. അപ്പൊ എന്തായാലും ശ്വേത കളിയൊക്കെ കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ആ ഒരു കല്ല് ആർക്കെങ്കിലും കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി തന്നെ ആയിരിക്കും വന്നിരിക്കുന്നതും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. താങ്ക്